നിങ്ങൾക്കൊരു കാര്യം അറിയോ, വെറും 7 സെക്കൻഡിനുള്ളിൽ ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന. നിങ്ങളെ ജസ്റ്റ് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ വെറും 7 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾ എത്ര കോൺഫിഡന്റ് ആണ്, അവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടോ ഇല്ലയോ, നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ കൊള്ളോ ഇല്ലയോ എന്നൊക്കെ വെറും 7 സെക്കൻഡിൽ ആൾക്കാർ തീരുമാനിക്കുമെന്ന് നിങ്ങൾക്കറിയോ. ആൻഡ് ഈ 7 സെക്കൻഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പറയുന്ന കഥ കേട്ടോ, നിങ്ങളുടെ ടാലന്റ് കേട്ടോ അല്ല ആൾക്കാർ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങളായിട്ട് പരിചയപ്പെടുന്നത്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ഈ 7 സെക്കൻഡ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ പറ്റുവാണെങ്കിൽ പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് വലിയ പാടൊന്നും ഉണ്ടാവില്ല, പിന്നെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇന്ന് ഒരുപാട് ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാരണം തന്നെ ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അത് ജോലി സ്ഥലത്താവാം, കോളേജിലാവാം, സ്കൂളിലാകാം. സോ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന് വേണ്ടി. സോ ഇനി മുതൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു പേടിയില്ലാതെ ബാക്കിയുള്ള ആൾക്കാരോട് എങ്ങനെ സംസാരിക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. സോ ഇത് ആദ്യത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രധാനമായിട്ടും 2 ട്രിക്സ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇനി വരുന്ന ഓരോ വീഡിയോയും നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണുക, കാരണം ഇത് വെച്ച് പതുക്കെ പതുക്കെ നമുക്ക് ഒരു അടിപൊളി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ബിൽഡ് ചെയ്യാം. ഒരുപാട് ഫ്രണ്ട്സിനെയും അല്ലെങ്കിൽ നല്ല രീതിയിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ആൾക്കാരോട് നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. സോ ഇതിൽ ആദ്യത്തെ ട്രിക്കാണ് 7 സെക്കൻഡ്സ് റൂൾ ആൻഡ് ഹേലോ ഇഫക്റ്റ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവാം, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ഇത് ശരിയാണോ? ആക്ച്വലി ഇത് ശരിയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾ എങ്ങനെയാണോ ഒരാൾക്ക് കൊടുക്കുന്നത് അതനുസരിച്ച് അയാളുടെ മൈൻഡിൽ നിങ്ങളെപ്പറ്റി ഒരു ഐഡിയ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ 7 സെക്കൻഡ്സിനുള്ളിൽ തന്നെ ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ട്. അവർക്ക് നിങ്ങൾ ഇഷ്ടപ്പെടോ ഇല്ലയോ എന്ന് വരെ തീരുമാനിക്കുന്നത് ഈ 7 സെക്കൻഡ്സിനുള്ളിലാണ്. നിങ്ങൾ അവരോട് സംസാരിക്കുന്നതിന് മുമ്പ് പോലും ആക്ച്വലി അവർ നിങ്ങളെ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം. സോ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് എല്ലാമാണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. നിങ്ങൾ ഒരു പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ പോകുമ്പോൾ, ഒരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റും. ഇനി ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് വിഷ്വൽ ആണ്. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളോ ബാക്കി ഒന്നും വെച്ചല്ല ആൾക്കാർ നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. അവരെങ്ങനെയാണോ കാണുന്നത്, അവരെങ്ങനെയാണോ നിങ്ങളെ കാണുന്നത് അതനുസരിച്ചാണ് അവർ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. വിച്ച് മീൻസ് how you appear to them is very important. ഇവിടെയാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പല ആൾക്കാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യവും, നിങ്ങൾ എങ്ങനെയാണോ ഒരാളുടെ അടുത്തേക്ക് പോകുന്നത്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ വേറെ ആൾക്കാർക്ക് പ്രസന്റ് ചെയ്യുന്നതെന്ന് വളരെ ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ആരെങ്കിലും ഒരു അടിപൊളി ഗിഫ്റ്റ് തരുന്നു, ആ ഗിഫ്റ്റ് ജസ്റ്റ് ഒരു വൃത്തിയില്ലാത്തൊരു പേപ്പറിൽ പൊതിഞ്ഞാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ആ ഗിഫ്റ്റ് വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷമില്ലായ്മ ഉണ്ടാവും, അല്ലെ? നമ്മൾ ആ ഗിഫ്റ്റ് കാണുമ്പോൾ തന്നെ ഇതെന്താ സാധനം, ചിലപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി സാധനം എന്തെങ്കിലും ആയിരിക്കും. എന്നാൽ പോലും നിങ്ങൾക്ക് ഒരാൾ ഗിഫ്റ്റ് തരുമ്പോൾ ഒരു വൃത്തിയില്ലാത്തൊരു കവറിലൊക്കെയാണ് നിങ്ങൾക്ക് പൊതിഞ്ഞ് തരുന്നതെങ്കിൽ നിങ്ങളത് കയ്യിൽ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളത് ജഡ്ജ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കൊരു താല്പര്യം ഇല്ലായ്മ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ടുണ്ടാവും, പക്ഷെ നമ്മള് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ എല്ലാം ജഡ്ജ് ചെയ്യും. ഇനി നേരെ മറിച്ച് നല്ല പ്രസന്റേഷൻ പേപ്പറിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഒരാൾ പൊതിഞ്ഞൊരു ഗിഫ്റ്റ് തരാണെങ്കിൽ നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് വരും, അല്ലെ? ഇതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യേണ്ടത്. ഈ കാര്യത്തിൽ നിങ്ങൾ മുടക്ക് വരുത്തുകയാണെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ അവിടെ പോയി. ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ പോയി കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് നിങ്ങളോടുള്ള അപ്രോച്ചിൽ ഡിഫറൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഒരു സോഷ്യൽ സെറ്റിംഗിലേക്ക് പോകുമ്പോൾ, അത് ഫ്രണ്ട്സിന്റെ ഗ്യാങ്ങിലേക്ക് പോകുമ്പോഴാണെങ്കിൽ പോലും present yourself very well. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് നിങ്ങളുടെ ഔട്ട്ഫിറ്റ്. നിങ്ങൾ എന്ത് ധരിക്കുന്നു ആൻഡ് നിങ്ങളുടെ ഗ്രൂമിങ്. സോ നിങ്ങൾ എപ്പോഴും ഒരു ഔട്ട്ഫിറ്റ് ഇടുന്ന സമയത്ത് നിങ്ങളെ ഏറ്റവും കോൺഫിഡന്റ് ആക്കുന്ന ഒരു ഡ്രസ്സ് ഇടുക. നിങ്ങൾക്ക് ഒട്ടും കോൺഫിഡൻസ് തരാത്തൊരു ഡ്രസ്സാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരുടെ മുമ്പിൽ പോയിരിക്കാൻ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ പുറത്തെവിടെ പോകുമ്പോഴും നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന ഡ്രസ്സും അതുപോലെ തന്നെ അതനുസരിച്ചുള്ള കളറും നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് മാച്ച് ആവുന്നു തോന്നുന്ന കളർ നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ എനർജിയിൽ ഒരു മാറ്റം വരും, നിങ്ങളുടെ കോൺഫിഡൻസിൽ ഒരു മാറ്റം വരും. അതുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ, നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന ഔട്ട്ഫിറ്റ് ധരിച്ച് നിങ്ങൾ പുറത്തിറങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. പലപ്പോഴും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല, ബട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ്. അതായത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല,
ജസ്റ്റ് ഫേക്ക് ചെയ്യുക. അതായത് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ അഭിനയിക്കുക. അത് നിങ്ങളുടെ ഭാഗമായി മാറുന്നത് വരെ ഫേക്ക് ചെയ്യുക. വിച്ച് മീൻസ് പലതവണ നിങ്ങൾ കോൺഫിഡൻസ് ഫേക്ക് ചെയ്ത് വരുമ്പോൾ അത് നിങ്ങളുടെ ഭാഗമായി മാറുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഇനി എപ്പോഴും ഓർക്കുക, കോൺഫിഡൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബി മൈൻഡ്ഫുൾ. നിങ്ങൾ അഭിനയിക്കാൻ പോവാണ്, കോൺഫിഡൻസ് നിങ്ങൾ കാണിക്കാൻ പോവാണ്. ഇല്ലെങ്കിൽ പോലും ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കാൻ പോവാണ്. അതിന് ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞു നമ്മൾ ധരിക്കുന്നത് എന്താണെന്നുള്ളത്. സോ നമ്മളുടെ ഔട്ട്ഫിറ്റിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന, നിങ്ങളെ കംഫർട്ടബിൾ ആക്കുന്ന ഡ്രസ്സ് ധരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഗ്രൂമിങ്, പിന്നീട് നിങ്ങളുടെ പോസ്ചർ, പിന്നെ നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ. നിങ്ങളുടെ ഫേസ് നിങ്ങൾ എങ്ങനെ വെക്കുന്നു, നമ്മൾ പറയുമല്ലോ മലയാളത്തിൽ മുഖമാണ് മനസ്സിന്റെ കണ്ണാടി എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് എപ്പോഴും ഇങ്ങനെ ഡള്ളായിട്ട് അയ്യോ എനിക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫേസ് വെക്കുന്നതെങ്കിൽ ആൾക്കാർക്ക് നമ്മളോട് സംസാരിക്കാൻ തോന്നില്ല. മുഖത്ത് നമ്മൾ ഭയങ്കര ഗൗരവം വെച്ചാണ് നടക്കുന്നതെങ്കിൽ ആൾക്കാർക്ക് ഒരിക്കലും നമ്മളോട് സംസാരിക്കാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പുഞ്ചിരിയെങ്കിലും നമ്മുടെ മുഖത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൾക്കാർക്ക് നമ്മളോട് അപ്രോച്ച് ചെയ്യാൻ വരെ തോന്നും. ഇങ്ങനെ മുഖം പിടിച്ചിരുന്നാൽ ചിലപ്പോൾ ആൾക്കാർക്ക് നമ്മൾ അടുത്ത് വരാനേ തോന്നില്ല. സോ അതൊരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം പറയട്ടെ, ഐ കോണ്ടാക്ട്. ഒരുപാട് ആൾക്കാരും ഈ കാര്യത്തിൽ വളരെ മോശമാണ്. സംസാരിക്കുന്ന സമയത്ത് എങ്ങനെ ഐ കോണ്ടാക്ട് കൊടുക്കണം എന്ന് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. ചില ആൾക്കാർ ഇങ്ങനെ തുറിച്ചു നോക്കും, ചില ആൾക്കാർ അധികം നോക്കാതെ കണ്ണ് അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും എടുത്തു കളയും. അത് രണ്ടും ഓക്കെ അല്ല. അതായത് ടു മച്ച് ആൻഡ് ടു ലെസ് ഈസ് നോട്ട് ഓക്കെ. എപ്പോഴും ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ അവരായിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഐ കോണ്ടാക്ട്. അപ്പൊ ഈ ഐ കോണ്ടാക്ട് ഇല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ അടുത്ത് അത്ര സേഫ് ആയിട്ട് ഫീൽ ചെയ്യില്ല, നമ്മൾ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണെടുക്കും, നമുക്ക് അവരെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. ഇതിനൊക്കെ പലപ്പോഴും കാരണം നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ, ഇൻസെക്യൂരിറ്റീസ് ആവാം. പക്ഷെ അത് നമ്മൾ പുറത്ത് കാണിക്കരുത് എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ഞാനപ്പോൾ ആദ്യം പറഞ്ഞു ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ്. ഇത് എപ്പോഴും ഓർക്കുക, യു ആർ ഗോയിങ് ടു ഫേക്ക് ദ കോൺഫിഡൻസ്. സോ എങ്ങനെയാണ് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, എങ്ങനെയാണ് ഐ കോണ്ടാക്ട് നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ ത്രൂ ഔട്ട് ദ കോൺവെർസേഷൻ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനൊരു ചെറിയ ട്രിക്കാണ് ട്രയാങ്കിൾ ഗെയ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഞാനിത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞ സീരീസ് നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും ഓഡിയൻസിലേക്ക് അത് പോകുന്നില്ല. കാരണം ഈ സെൽഫ് ലവ് എന്നുള്ള സീരീസ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ള സീരീസ് ആയിക്കോട്ടെ, ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടും ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ടൈം ആക്ച്വലി വളരെ ലിമിറ്റഡ് ആയിട്ട് പോലും ഐ എം ട്രൈങ് ടു മേക്ക് വീഡിയോസ്. സോ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്കൊരു സപ്പോർട്ട് വേണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആക്ച്വലി ഈവൻ ഒരു വീഡിയോയിൽ ലൈക്ക് അടിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് നിങ്ങൾ കമന്റ് ചെയ്യുന്നതായിക്കോട്ടെ, ഇത് വേറെ ആൾക്കാരിലേക്ക്, അതായത് ഈ വീഡിയോ വേറെ ആൾക്കാരിലേക്ക് റീച്ച് ആകാൻ കൂടി ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് ആക്ച്വലി ഫ്രീ ആയിട്ടൊന്നും എല്ലായിടത്തുനിന്നും കിട്ടാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈവൻ സെൽഫ് ലവിന്റെ ടോപ്പിക് ആണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെയുള്ള സപ്പോർട്ട് ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുന്നത് വഴിയാകാം, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസിന് താഴെ കമന്റ് ചെയ്യുന്നത് വഴി വീഡിയോ വേറെ ആൾക്കാരിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. സോ ആ രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി വീഡിയോ ചെയ്യാൻ എനിക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. ബിക്കോസ് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ നിന്നാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് എല്ലാം എഴുതി വീഡിയോ ചെയ്യുന്നതും വീഡിയോ സ്വന്തമായിട്ട് തന്നെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. സോ അതിന് ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ട്രയാങ്കിൾ ഗെയ്സ്. ട്രയാങ്കിൾ ഗെയ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ ഈസിയാണ്. ഇത്രയേ ഉള്ളൂ. ഈ ഭാഗമില്ലേ, ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കാണാം. അപ്പൊ നമ്മൾ ആൾക്കാരോട് സംസാരിക്കാൻ പോകുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇത്രയും ഭാഗങ്ങളിലാണ്. സോ ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, ടു മച്ച് ഐ കോണ്ടാക്ട് ആൻഡ് ടു ലെസ് ഐ കോണ്ടാക്ട് ഈസ് ടു ബാഡ്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മളിങ്ങനെ കണ്ണിലേക്ക് തുറിച്ച് നോക്കിക്കൊണ്ടിരുന്ന അവർക്ക് അൺകംഫർട്ടബിൾ ആകും, അവർക്ക് നമ്മളോട് സംസാരിക്കാനും തോന്നില്ല, നമുക്ക് തന്നെ ഒന്നും കിട്ടില്ല, നമുക്കൊന്നും പറയാൻ പോലും കിട്ടില്ല. കാരണം എങ്ങനെ കണ്ണിലേക്ക് നോക്കണമെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് സെക്കൻഡ്സ്, ഒരു 3 to 5 seconds ഞാൻ പറയുന്ന ഭാഗങ്ങളിലേക്ക് മാത്രം നോക്കുക. അതായത് ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ലെഫ്റ്റ് ഐയിലേക്ക് നോക്കാം, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ റൈറ്റ് ഐയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട് തന്നെ അവരുടെ ചുണ്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ മൗത്തിലേക്ക് നോക്കാം. പക്ഷേ ചുണ്ടിലേക്ക് നോക്കുന്നത് കുറച്ചുകൂടി സൂക്ഷിച്ചായിരിക്കണം. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് 3 to 5 seconds നിങ്ങൾ അവരോട് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ജസ്റ്റ് അവരുടെ ചുണ്ടിലേക്ക് നോക്കുക എന്നുള്ളതാണ്. ഒരുപാട് നേരം സ്റ്റെയർ ചെയ്താൽ അത് ഭയങ്കര ഓക്വേർഡ് ആകും, പ്രത്യേകിച്ച് ചുണ്ടിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ട്രയാങ്കിൾ ആയിട്ട് കാണുക.
ഈ ഭാഗങ്ങളിലേക്കാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. നിങ്ങൾ കണ്ണെടുക്കരുത്, വിച്ച് മീൻസ് നിങ്ങൾ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അധികം നോക്കരുത്. ഇടയ്ക്ക് നോക്കാം, അതിലൊരു തെറ്റില്ല. ഇപ്പൊ അവിടെ ആൾക്കാരുണ്ട്, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നോക്കാം. പക്ഷെ അത് ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ആ ഫ്ലോ നഷ്ടമാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ വേറൊരാൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവരുടെ ഈ ഭാഗങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം അവരുടെ ലെഫ്റ്റ് ഐയിലേക്ക് നോക്കാം, പിന്നെ അവരുടെ റൈറ്റ് ഐയിലേക്ക് നോക്കാം, പിന്നെ അവരുടെ ലിപ്സ് നോക്കാം, അതായത് അവർ സംസാരിക്കുന്ന രീതി നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ച് നോക്കാവുന്നതാണ്. എപ്പോഴും നിങ്ങളുടെ കണ്ണ് നിങ്ങൾ സംസാരിക്കുന്ന ഉടനെ കണ്ണെടുക്കാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ പോവാതിരിക്കുക, നിങ്ങൾ അവരെ ഫോക്കസ് ചെയ്ത് നോക്കുക. ഇനി വേറൊരു ടിപ്പ് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള, അതായത് ഇന്റർവ്യൂവിന് പോകുന്ന ആയിക്കോട്ടെ, ഡിബേറ്റിന് പോകുന്ന ആയിക്കോട്ടെ, ആ സമയത്തൊക്കെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും നിങ്ങൾക്ക് കൂടുതലും നെറ്റിയിലേക്ക് നോക്കാം. അതായത് അവരുടെ ഈ നെറ്റി ഭാഗത്തേക്ക് നോക്കുന്നതും അതൊരു അതോറിറ്റിയുടെ കൂടി സിമ്പിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഭാഗങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ഐ കോണ്ടാക്ട് വെക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ആകും. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ആകുമ്പോൾ നിങ്ങൾക്ക് അവരായിട്ട് ഈസി ആയിട്ട് കണക്ട് ആവാൻ പറ്റും. ലെറ്റ് ഇറ്റ് ഫ്ലോ നാച്ചുറലി, അതായത് അത് നാച്ചുറലി സംഭവിക്കട്ടെ. നിങ്ങൾ മനഃപൂർവ്വം തന്നെ ഇങ്ങനെ കണ്ട് നോക്കി പോവാതിരിക്കുക. ബിക്കോസ് അത് ഭയങ്കര ഓക്വേർഡായി ഇപ്പോൾ വെറും ഒറ്റ സെക്കൻഡ് പോലും ഇല്ലാതെ ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് പോവരുത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 3 to 5 seconds ഈ ഭാഗത്ത് നോക്കാം, പിന്നെ ഇങ്ങനെ നോക്കുക. അപ്പൊ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനും അത് നാച്ചുറലി ഫ്ലോ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ദേ വിൽ ഫീൽ സേഫ് വിത്ത് യു. അങ്ങനെ വരുമ്പോൾ അവർ കംഫർട്ടബിൾ ആവും, നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ കേൾക്കാനും അവർക്ക് പറ്റും. ഇനി ഐ കോണ്ടാക്റ്റും 7 seconds കൊണ്ട് മാത്രമേ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവൂ. ഒരുപാട് ആൾക്കാർ പറയുന്നത് പോലെ തന്നെ കോൺഫിഡൻസ് കുറവാണ്. ഈ കോൺഫിഡൻസ് എങ്ങനെ വരും? ഈ കോൺഫിഡൻസ് ഫേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പോലും അതെവിടെ നിന്ന് വരും? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും. പല ആൾക്കാർക്കും ഒരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ ഓടി രക്ഷപ്പെടാനുള്ള ഫീൽ ആയിരിക്കും പല ആൾക്കാർക്കും വരുന്നത്. അങ്ങനെയല്ല, ഞാൻ എങ്ങനെയാണ് അവിടെ പോയി നിൽക്കുക, കോൺഫിഡൻ്റ് ആയിട്ട് പോയി നിൽക്കുക എന്നുള്ള ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതെല്ലാം വരുന്ന ദിവസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതിനു മുമ്പ് തന്നെ ഈ എപ്പിസോഡിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു ചാലഞ്ച് തരാണ്. ഡു ദിസ് വിത്ത് യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഓർ ഡു ദിസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ കുറച്ചുകൂടി ക്ലോസ് ആയ ആൾക്കാരിലൊന്ന് ചെയ്തു നോക്കുക. അറ്റ്ലീസ്റ്റ് ഫാമിലി മെമ്പേഴ്സ് എങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് ചെയ്തു നോക്കുക. അതായത് ബി പ്രസന്റബിൾ, നല്ല രീതിയിൽ പ്രസന്റബിൾ ആകുക. അതായത് വീട്ടിൽ നിൽക്കുമ്പോൾ എപ്പോഴും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുക, ടിപ് ടോപ്പ് ആയിട്ട് നിൽക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വീട്ടിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം ഐ കോണ്ടാക്റ്റ് ആണ്. അതുപോലെ തന്നെ പുറത്ത് നിങ്ങൾ എപ്പോൾ പോകുമ്പോഴും make sure that you are wearing a good outfit. You are wearing something that makes you confident. അത് എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം നിങ്ങൾ നല്ല പ്രസന്റബിൾ ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളുടെ എനർജിയിൽ മാറ്റം വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് നിങ്ങൾ പോലും അറിയാതെ വരുന്നതായിരിക്കും. ഇനി ഐ കോണ്ടാക്ട് എന്നുള്ളത് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുക, ഒരു ചാലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കുക. ഇനി മുതൽ നിങ്ങൾ കോൺഷ്യസ് ആണ്. യു ആർ ഗോയിങ് ടു ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ്. ഇത് നിങ്ങളുടെ ഭാഗമായി മാറുന്നത് വരെ നിങ്ങൾ ഇത് ഫേക്ക് ചെയ്യാൻ പോവാണ്. അത് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ആരെ കാണുമ്പോഴും നിങ്ങൾ ഈ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോവാണ്. നിങ്ങൾ പുറത്ത് എപ്പോൾ ഇറങ്ങിയാലും നിങ്ങളെ നല്ല രീതിയിൽ പ്രസന്റബിൾ ആയിട്ട് നിങ്ങൾ പുറത്തിറങ്ങുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ പോലും അറിയില്ല നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നത്. ട്രസ്റ്റ് മീ. സോ നിങ്ങൾ ഇത് ചെയ്യണം. ചെയ്തതിന് ശേഷം നിങ്ങൾ എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കാര്യമായിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ പരമാവധി കമന്റുകളെല്ലാം വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആക്ച്വലി എനിക്ക് വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാർട്ട്. ബിക്കോസ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ നിന്നാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ സെൽഫ് ലവിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമ്മൾ ചെയ്യും. അതിനു മുമ്പ് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ കാര്യം, അതിനിടയിൽ ഞാൻ വേറെ വീഡിയോസും വരുന്നതായിരിക്കും. സോ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.